ചത്താ പച്ച ചത്തു ഗൈസ്. ഇതിൽ മമ്മൂക്കയുടെ ഒരു സ്പെഷ്യൽ റോളുണ്ട്. എൻ്റെ പൊന്നളിയ ചിരിച്ച് ചിരി അടക്കാൻ പറ്റിയ അമ്മാതിരി കോമഡി റോളായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് വേ ചാനൽ. അപ്പോൾ 2026 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷ ആക്ഷൻ കോമഡി ചിത്രമാണ് ചത്താ പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. ഇതൊരു WWE ബേസ്ഡ് ചിത്രമാണ്. നിങ്ങൾ ട്രെയിലറിലെ ടീസറിലെ സോങ്സിലൊക്കെ കണ്ടതുപോലെ ഇതൊരു റെസ്ലിംഗ് ചിത്രം തന്നെയാണ്. അദ്വൈത് നായറിന്റെ ഡെബ്യൂട്ടൻ ഡയറക്ടോറിയൽ ഇറങ്ങിയ സിനിമ കൂടിയാണ് ഈ ചത്താ പച്ച. പ്രധാന വേഷങ്ങളിലായി സിനിമയിൽ വരുന്നത് അർജുൻ അശോകൻ, റോഷൻ മാത്യു, വൈശാഖ് നായർ, ഇഷാൻ ഷോക്കത്ത് എന്നിവരൊക്കെ ഉണ്ട്. പിന്നെ സപ്പോർട്ടിംഗ് റോളിൽ സിദ്ദീഖ്, സായി കുമാർ, ലക്ഷ്മി മേനോൻ, അങ്ങനെ കുറച്ച് താരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ ഇഹ്സാൻ ലിയോ എന്നുള്ള 3 പേരാണ്. ഒരു ട്രയോ ആണ്, ശങ്കർ മഹാദേവനൊക്കെ ഉള്ള. അപ്പോൾ ഇവരാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. നിങ്ങൾക്കറിയാം, എക്കോ, കളങ്കാവൽ എന്നീ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷിഹാൻ ഷൗക്കത്തും ആൻഡ് റിതേഷും കൂടെയാണ്. എനിക്കൊന്നും ഇഷാൻ ഷൗക്കത്തിൻ്റെ അനിയനോ ചേട്ടനോ ആരോ ആണ് ഷിഹാൻ ഷൗക്കത്ത്. അതുകൊണ്ട് ഇഷാൻ ഷൗക്കത്തിൽ ഒരുപാട് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിലൊരു സ്പെഷ്യൽ അപ്പിയറൻസ് വരുന്നുണ്ട് എന്നുള്ള നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. ആര്? മമ്മൂക്ക തന്നെയാണ്. അതായത് വാൾട്ടറുടെ പിള്ളേരെ തൊടാൻ കഴിയില്ലടാ നിനക്കൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ട്രെയിലറിൽ ആ ഗൂസ് ബംസ് തന്ന സീൻ തന്നെയായിരുന്നു. ആ ട്രെയിലറിൽ ഗൂസ് ബംസ് തന്ന അതേ സീനായിരുന്നു തിയേറ്ററിൽ പൊട്ടിച്ചിരിപ്പിച്ചത്. അതായത് നിർത്താതെ ചിരിപ്പിച്ചു. അതായത് ആ ബിൽഡപ്പ്, ആ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഒരു സാധനം എറിഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോഴേക്കും അത് വാൾട്ടറിൻ്റെ ഒരു സാധനമാണെന്ന് അവിടെ ഉള്ളവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബിൽഡപ്പ് ആ ഒരു ഹൈപ്പിലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നു. ബട്ട് മമ്മൂക്കയെ കാണിച്ചപ്പം ഭൂം, ആ ഒരു ബിൽഡപ്പ്, ആ ഒരു ഹൈപ്പ് ഇടിഞ്ഞു പോയെന്ന് ടു ബി ഓണസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളെല്ലാം ഇരുന്ന് ചിരിച്ചുപോയി. കാരണം അമ്മാതിരി ഒരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അവിടെ കണ്ടത്. കാരണം പ്രസൻസ് എന്നൊരു സാധനമേ ഇല്ലായിരുന്നു. ഒന്ന് ഞാൻ ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുവാണ്, ഒന്ന് ആ ഒരു കോസ്റ്റ്യൂം വൈസ് അത് മമ്മൂക്കയ്ക്ക് ചേർന്നിട്ടില്ലായിരുന്നു. പക്ക അറുബോറായിരുന്നു മമ്മൂക്കയ്ക്ക്. ആ കോസ്റ്റ്യൂം 10 പൈസയ്ക്ക് കൊള്ളില്ലായിരുന്നു. അതൊരു എന്താ പറയുക, ബുള്ളറ്റ് വാൾട്ടർ എന്നാണ് പറഞ്ഞു വരുന്നത് മമ്മൂക്ക. ഒരു ബുള്ളറ്റിൽ വരുന്നു. അതായത് അണ്ടർടാക്കറുടെ റെസ്ലിംഗിലുള്ള അണ്ടർടാക്കറുടെ ഒരു വൈബാണ് പിടിച്ചിരിക്കുന്നത്. ബൈക്ക്, ആ തലയിൽ കെട്ട. അതുകൊണ്ടാണ് ഞാൻ തലയിൽ കെട്ടൊക്കെ കെട്ടി വെച്ചിരിക്കണ്ട. തലയിൽ കെട്ടാനുള്ള മറ്റേ കർച്ചീഫ് ഇല്ലാത്തതുകൊണ്ട് ഒരു മങ്കി ക്യാപ്പ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. മമ്മൂക്ക ആയില്ലേ ഞാൻ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത് പുള്ളി. അപ്പം വന്നിട്ടൊരു കൊച്ചിയിലെ ഒരു സ്ലാങ്ങിലൊരു ഡയലോഗ് അടിയുന്നുണ്ട്. ഞാൻ കുറച്ച് നാളില്ലായിരുന്നപ്പോൾ നീയൊക്കെ ഇവിടെ തൂത്തുവാരൊന്ന് നോക്കിയാടാ. മൊത്തച്ചിരി തിയേറ്ററിൽ. അവസാനം മമ്മൂക്ക അതിൽ ആ ഒരു സ്ലാങ് പിടിച്ചത്. മമ്മൂക്ക ഇതിന് മുമ്പ് സ്ലാങ്ങുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ പടത്തിലാണ് ഈ സ്ലാങ് പിടിച്ചത്. അട്ടർ ഫ്ലോപ്പായി പോയി. മമ്മൂക്ക എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമിയോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആ സ്ഥലത്ത് മമ്മൂക്ക വരേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ആ ഒരു 2 മിനിറ്റ് അല്ല 3 മിനിറ്റ് സ്പെഷ്യൽ ക്യാമിയോയുടെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അട്ടർ ഫ്ലോപ്പ് ക്യാമിയോ ആണ്. ഒരു രീതിയിലും സാറ്റിസ്ഫൈ ആയിട്ടില്ല. അത് എനിക്കൊന്നും ഫാൻ ആയാലും സാറ്റിസ്ഫൈ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് ഒന്ന് ആ സംസാര ശൈലി ബോറായിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയെ കൊണ്ട് അവിടെ വിളിച്ചു വരുത്തിയിട്ട് കസേരയിൽ ഇരുത്തിപ്പിച്ച്, അതായത് ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ ഇങ്ങനെ കസേരയിൽ ഇരുത്തിപ്പിച്ച് നിങ്ങൾ അവിടെ ഒരു 2-3 സ്റ്റെൻഡ് മമ്മൂക്കയെ കൊണ്ടായിരുന്നു. ഒരു രീതിയിലും കൊള്ളില്ലാത്ത സ്റ്റെൻഡുകളായിരുന്നു. മൊത്തത്തിൽ അട്ടർ ഫ്ലോപ്പ് ക്യാമിയോ ആയിരുന്നു. റീസെന്റ് വന്നതിൽ വെച്ചുള്ള ഓഫ് ദി അട്ടർ ഫ്ലോപ്പ് ക്യാമിയോ ആണ് മമ്മൂക്ക ഈ പടത്തിൽ ചെയ്ത്. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയിൽ ആ റിങ്ങിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങൾ കഴിഞ്ഞു വരുവാണെങ്കിൽ ഈ സിനിമ അട്ടർ ഫ്ലോപ്പാണ്. ഞാൻ ഉള്ളത് പറയാം. കാരണം ഒന്നുമില്ല. തുടക്കത്തിൽ തന്നെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ കൊച്ചിൻ കാർണിവൽ, ബുള്ളറ്റ് വാൾട്ടർ, സായി കുമാരൻ 2 പേരും മുമ്പ് തമ്മിൽ ഈ അടി, ആ ഒരു ഫൈറ്റിങ് കാര്യങ്ങളും അതൊരു ഗ്രാഫിക്സ് വൈസ് എഡിറ്റിംഗ് വൈസിലായിട്ട് ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. അത് തന്നെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞേ പോകുന്നുണ്ട്. പിന്നെ ആ തുടക്കത്തിൽ തന്നെ ഒരു കഥ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ബിൽഡപ്പിൽ ഇങ്ങനെ സംസാരിച്ച് വലിച്ച് നീട്ടി ആ തുടക്കം തന്നെ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്. ആ ഇമോഷണൽ സൈഡ് കുറച്ച് ഓവറാക്കി കളഞ്ഞു. അതായത് അത്രയ്ക്കൊന്നും വേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്കും തോന്നേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. ബട്ട് ഇവർ ഒരുമാതിരി ചുമ്മാ ചളാക്കി. അത് ഇടയ്ക്ക് അർജുൻ അശോകനും അങ്ങനെയായിരുന്നു. പിന്നെ റോഷൻ മാത്യുയുടെ കാര്യം പറയണ്ട. റോഷൻ മാത്യു ഒരു സെന്റി എന്ന് പറഞ്ഞിട്ട് ആളെ ഇരുത്തി വെറുപ്പിച്ച് കളഞ്ഞ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷാൻ ഷൗക്കത്തും കുഴപ്പമില്ലാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ സ്റ്റെൻഡ് കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ആ റിങ്ങിന്റെ അകത്തുള്ള പരിപാടി, അതായത് ആ ഒരു പർട്ടിക്കുലർ ബഞ്ച് ഓഫ് മിനിറ്റ്സ് വരുമ്പോൾ പടം നല്ലൊരു പടമാണ്. അതായത് ആ ഒരു സ്റ്റെൻഡ് കാര്യങ്ങൾ വരുമ്പോൾ പടം കാണാൻ കൊള്ളാം, ആ ഇടി കൊള്ളാം, അവരുടെ ആ ഫാൻസി ഡ്രസ്സുകൾ കൊള്ളാം, അപ്പോഴത്തെ ആ ഒരു കോർഡിനേഷൻ കൊള്ളാം, അപ്പോഴത്തെ ആ ഒരു വൈബ് ക്രിയേറ്റ് ആവുന്നുണ്ട്, അപ്പോഴത്തെ ആ ഫൈറ്റ് കൊള്ളാം, അപ്പോഴത്തെ ആ ദേഷ്യം, വാശി, പിന്നെ അവർ പഴയതുപോലെ ആ യഥാർത്ഥ റെസ്ലിംഗിനെ പിന്നെ അഭിനയിക്കുന്നത് നമ്മൾ ജോൺസിനാണ് അത് റൈമിസ്റ്റീരിയോടെ മറ്റേ 619 ആ ഒരു ലാസ്റ്റ് ഇത്, പിന്നെ റാൻഡി ഓർട്ടൻ്റെ RK-9 അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്ന് സൂപ്പറായിട്ടുള്ള ഒരു ഫെൻറ്റാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ റെസ്ലിംഗ്, ആ ഒരു പഴയ വൈബ് അല്ലെങ്കിൽ ആ ഒരു പുതിയ ഹീറോസിനെ കാണിക്കാതെ കാണിച്ചു എന്നുള്ള ഒരു ആ മെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റിങ് കഴിഞ്ഞ് വരുമ്പോൾ പടം അട്ടർ ഫ്ലോപ്പാണ്. പടത്തിൽ ഒന്നുമില്ല. ആ പുറത്ത് അവരെന്താണ് കാണിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ഒരാവശ്യമില്ലാത്ത കുറച്ച് സെന്റിമെന്റ്സ് ആ സിനിമയിലുണ്ട്, ഒരാവശ്യവും ഇല്ലാതെ അത് കുറച്ച് ഓവറാക്കി, അതായത് ചളമാക്കുക എന്ന് പറയില്ലേ, അതായത് ചുമ്മാ ഇരുന്നിട്ട് ചുമ്മാ ഒരാവശ്യമില്ലാത്ത കുറച്ച് ഓവറാക്കി ചളമാക്കി. കാരണം റോഷൻ മാത്യുവിന് ഒരു കൊച്ചുണ്ട്, പിന്നെ അവർക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, എല്ലായിടത്തും കണ്ട ബാക്ക് സ്റ്റോറി. വേറൊരു വീട്ടിൽ നിന്ന് പെണ്ണെ പ്രേമിച്ചു പോയി കല്യാണം കഴിക്കാനും കുട്ടി ജനിക്കുമ്പം ഭാര്യ മരിച്ചു പോകുന്ന ആ ഒരു പഴഞ്ചൻ ബാക്ക് സ്റ്റോറി, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു കണക്ഷനും ആവാത്ത ഒരു എന്താ പറയുക, റോഷനും അർജുൻ അശോകും തമ്മിൽ ഇവരൊക്കെ കൂട്ടുകാരാണല്ലോ, ഒരു കണക്ഷനും ആവാത്ത ഒരു ബാക്ക് സ്റ്റോറി ഇവർക്കുണ്ട്. ഒരു 2-3 മിനിറ്റിൽ വരുന്ന ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ബാക്ക് സ്റ്റോറി, അട്ടർ ഫ്ലോപ്പ് ബാക്ക് സ്റ്റോറി ആയിരുന്നു. മൊത്തത്തിൽ ഈ പടത്തിൽ ആ റിങ്ങിൻ്റെ അകത്തുള്ളതല്ലാതെ അതിലൊരു പർട്ടിക്കുലർ കപ്പിൾ ഓഫ് മിനിറ്റ്സ് അല്ലാതെ പടം ഒന്നുമില്ല ചത്താപ്പച്ച. ആ ഒരു ട്രെയിലറിൽ കണ്ട ആ ഒരു ഗൂസ് ബംസും കാര്യങ്ങളോ, അല്ലെങ്കിൽ മമ്മൂക്ക വരുമ്പോൾ ആ ഒരു സ്പെഷ്യൽ അപ്പിയറൻസോ, അതിൽ ഏറ്റവും ചിരി വന്നത് മമ്മൂക്ക വന്നപ്പോഴായിരുന്നു. അട്ടർ ഫ്ലോപ്പായിരുന്നു മമ്മൂക്ക വന്നത്. ഒരു രീതിക്കും കൊള്ളില്ലാത്ത ഒരു സാധനം തന്നെയായിരുന്നു മമ്മൂക്കയ്ക്ക്. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനാണ് മമ്മൂക്ക ഈ സ്പെഷ്യൽ അപ്പിയറൻസിന് വന്നതെന്ന്, എന്തിനാണ് വന്നതെന്ന്. അമ്മാര് അട്ടർ ഫ്ലോപ്പായിരുന്നു മമ്മൂക്ക വന്നത്. പിന്നെ സിനിമയിൽ ഒറിജിനൽ സ്കോർ മുജീബ് മജീദ് ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് റോഷൻ മാത്യു ഈ ഒരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ ടൈമാണ് ഇന്റർമില്ലും വരുന്നത്. ആ ഇൻട്രോയിലൊക്കെ ഒരു സൂപ്പറായിട്ടൊക്കെ നിർത്തിയിട്ടൊക്കെ അവർ പോകും. അപ്പോൾ ആ ഒരു മ്യൂസിക്, ആ ഒരു BGM, ഇത് വരുന്നത്, ആ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ പാട്ട് എനിക്ക് ഒരു ശങ്കർ ഈസാനിലാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ ഒരു പാട്ട് എന്തോ വർക്കായിട്ടുള്ളായിരുന്നു കേൾക്കാനും. അത് നിങ്ങൾ ഫെജോ എന്തോ ഒരു പാടിയ അത് അടിയടാ തുടങ്ങടാ അങ്ങനെ ഒരു പാട്ട് എന്തോ ഉണ്ട്. ആ ഒരു 1-2 പാട്ടുകളെ കൊള്ളായിരുന്നുള്ളൂ. പിന്നെ അവരുടെ ആ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ആ റിങ്ങിൻ്റെ അകത്തുള്ള എന്താ പറയുക ഗോൾഡിഷ് ഒക്കെ സൂപ്പറായിരുന്നു. പുറത്ത് അവരുടെ കളർ ഗ്രേഡിങ് കൊള്ളാം. ആ കൊച്ചിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് കൊള്ളായിരുന്നു. പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, അതായത് ഈ റിങ്ങിൻ്റെ അകത്ത് വരുമ്പോൾ അവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതായത് ആ ഒരു സെറ്റ് ഓഫ് വരുമ്പോൾ ആ ഒരു വൈബ് നമുക്കും കിട്ടുന്നുണ്ട്. പക്ഷെ പുറത്ത് വരുമ്പം ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത സെന്റിമെന്റ്സ്. പിന്നെ ഇതിൽ വില്ലനായിട്ടുള്ള വൈശാഖ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ 1-2 ആ ഒരു ചെറിയ കോമഡീസ് ഒക്കെ ഉണ്ട്. പുള്ളിയുടെ കൂടെ കുറച്ച് മണ്ടന്മാരെ പോലെ കുറച്ച് ബോക്സേഴ്സ് ഒക്കെ നടക്കും വൈശാഖിൻ്റെ കൂടെ. അപ്പോൾ അവരുടെ കൂടെ ഉള്ള കുറച്ച് 2-3 കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു. ഒരിതുണ്ട്, ഇവരിങ്ങനെ റെസ്ലിങ്ങിന് വരുമ്പം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടെന്നല്ല, വൈശാഖ് മറ്റേ ഗുസ്തിക്കാരൻ്റെ പറയുമ്പം വണ്ടി സർവീസിന് കൊടുക്കാനല്ലേ, അതല്ല അവനെ അടിക്കാൻ, അത് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അത് ഇപ്പം ഞാൻ പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആവും. നിങ്ങൾ ആ സിറ്റുവേഷനിലായിട്ട് ആ കോമഡി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു വെറൈറ്റി പ്ലോട്ട് തന്നെയാണ്, ആരും എടുക്കാത്തൊരു പ്ലോട്ട് തന്നെയാണ്. കാരണം സെപ്പറേറ്റ് ഒരു സാധനമാണല്ലോ ഒരു WWE റെസ്ലിംഗ്, ആരും എടുക്കാത്തൊരു പ്ലോട്ട് തന്നെയാണ്, വെറൈറ്റി പ്ലോട്ട് തന്നെയാണ്. അതിലെന്തായാലും തീർച്ചയായിട്ടും ആ ടീം ഒരു അപ്രിസിയേഷൻസ് അർഹിക്കുന്നുണ്ട്. കാരണം ഒരു വെറൈറ്റി പ്ലോട്ടാണ്. പിന്നെ അവിടെ ആ ഒരു ഗുസ്തിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടി നടത്തുക എന്നുള്ള പറയുന്ന ഒരു എഫേർട്ട് പരിപാടിയും കൂടെയാണ്. ബട്ട് എന്നിരുന്നാലും പ്രോബബ്ലി പടം എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇനി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞേക്ക്. മൊത്തത്തിൽ ഈ മമ്മൂക്കയുടെ സീന് ഓർക്കാനേ തോന്നുന്നില്ല സത്യത്തില്. അത് അവോയ്ഡ് ചെയ്തിട്ട് വീണ്ടും സിനിമ കാണാമല്ലോ എന്ന് വരെ ആലോചിച്ചു പോയി. ഒരാവശ്യമില്ലാത്ത ഒരു സ്പെഷ്യൽ ക്യാമിയോ റോളായിരുന്നു മമ്മൂക്കയ്ക്ക്. അതിൽ 3-2 മിനിറ്റേ ഉള്ളൂ. പിന്നെ മമ്മൂക്ക ക്ലൈമാക്സിൽ ഒരു മുടിയൊക്കെ പിരിച്ചിട്ട് വരുന്ന ഒരു സീനുണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. മൊത്തത്തിൽ പടം എന്നിലുള്ള ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇന്ന് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങളും കൂടെ കണ്ടിട്ട് പറഞ്ഞേക്ക്. മൊത്തത്തിൽ പടം ചത്താ പച്ച ചത്തു ഗൈസ്.